ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഈസി പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് നേരം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ്, റേസിൻസ്, ഡേറ്റ്സ്, ഡ്രൈ കിവി, പിന്നെ ചെറി. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ്. ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാനിത് ഓറഞ്ച് ജ്യൂസിലാണ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തതാണിത്. അതിൻ്റെ നാരും അതേപോലെ കുരുവും കളഞ്ഞിട്ടാണ് ഈ ജ്യൂസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജ്യൂസും ഇവിടെ റെഡിയാണ്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്യാൻ ഞാൻ 1 മണിക്കൂറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ജ്യൂസും ഈ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടിട്ട് ഒരുമിച്ച് തിളപ്പിച്ചെടുത്താലും മതി. പക്ഷേ എനിക്കിവിടെ 1 മണിക്കൂർ സമയത്തോളം അവൈലബിൾ ആയ കാരണം കൊണ്ട് ഞാനിതൊരു 1 മണിക്കൂർ ഫുൾ നാരങ്ങ നീരിൽ നാരങ്ങ ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതിവിടെ 1 മണിക്കൂറോളം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇത് സോക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇതിൽ നട്ട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നല്ല സോഫ്റ്റായി വരികയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കാരമലൈസിങ് ആണ്. പ്ലം കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഷുഗർ കാരമലൈസിങ്. കാരമലൈസിങ് എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ്. അതായത് ഷുഗർ നന്നായി കരിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്, നിറച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി കാരമലൈസ് ചെയ്യണം. നമ്മൾ കാരമൽ പോപ്കോൺ ഉണ്ടാക്കിയപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്തില്ലേ, ഷുഗർ മാത്രം ഇട്ട് തന്നെ അത് ചൂടാക്കി വരുമ്പോൾ അത് അലിഞ്ഞ് കിട്ടണ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ നന്നായി പഞ്ചസാര അലിഞ്ഞ് തുടങ്ങണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കട്ട പിടിച്ച പോലെ കണ്ടോ. ഇനി ഇത് പതുക്കെ അലിഞ്ഞ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അലിഞ്ഞ് നന്നായി കട്ടകളൊക്കെ നന്നായി അലിഞ്ഞ് പോയിട്ട് അതിൽ നല്ല ലൂസായിട്ടൊരു സണ്ണി ബ്രൗൺ അല്ലെങ്കിൽ സണ്ണി യെല്ലോ കളർ വരും. അത് പോരാ, അതാണ് ശരിക്കും പറഞ്ഞാൽ കാരമൽ കളർ നമുക്ക് പോരാ. നമുക്ക് നല്ല ബ്രൗണിഷ് ആയിട്ട് കിട്ടണം. പഞ്ചസാര ശരിക്കും പറഞ്ഞാൽ കരിക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ചൂട് കൂടുന്നുണ്ട് തോന്നിയാൽ ഇടയ്ക്കൊന്ന് സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് പൊക്കി ഇളക്കുക, വീണ്ടും വെക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക. പഞ്ചസാര നന്നായി പതഞ്ഞ് വരുന്നത് പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ആണ് നമ്മളിതിലേക്ക് ചൂടുവെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, പഞ്ചസാര നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ഭയങ്കരമായിട്ട് കാരമലൈസ് ചെയ്തത് കട്ട പിടിച്ച പോലെ തോന്നും. പക്ഷേ കുഴപ്പമില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ആ പഞ്ചസാര കട്ട പിടിച്ചത് അലിഞ്ഞ് നമുക്ക് വേണ്ട സിറപ്പായി കിട്ടും. ഈ സിറപ്പ് വീണ്ടും തിളച്ചിട്ട് വേണം നമുക്കിനി നന്നായിട്ട് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചത് 1/2 കപ്പായിട്ട് കുറയണം. അപ്പോൾ അത്യാവശ്യം നന്നായി കുറുകി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമല്ല അതിൽ ആ ഷുഗറൊക്കെ നന്നായി അലിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിൽ സ്പൈസസിനായിട്ട് പട്ട, ഗ്രാമ്പു, 1 ഏലക്ക ഇത്രയും എടുത്ത് ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് പൊടിച്ച് മാറ്റി വയ്ക്കുക, കാരണം ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം ആയപ്പോഴേക്കും നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ നന്നായി സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഹണി, 1/2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമും ചേർക്കണം. അപ്പം ജാമിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഇതൊരു നല്ല ഫ്ലേവർ ഇതിന് കൊടുക്കും. അപ്പം നമുക്ക് 1 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ജാം ഇതിൽ ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂണോ ചേർക്കണമെന്നുണ്ടെങ്കിൽ മധുരം ഇത്തിരി കുറവുള്ള പോലെ തോന്നും. അല്ലെങ്കിൽ മീഡിയം മധുരമായിരിക്കും. നല്ലപോലെ മധുരം വേണമെങ്കിൽ കൂടുതൽ ജാം ചേർക്കാം. ഇനി നമുക്ക് മുട്ട അടിച്ച് ചേർക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കണം. മുട്ട നന്നായി അടിച്ചെടുത്താൽ മാത്രമേ ആ മുട്ടേൻ്റെ സ്മെല്ല് കേക്കിൽ വരാതിരിക്കുള്ളൂ. അപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. നന്നായി ബീറ്റ് ചെയ്ത് നല്ല പതഞ്ഞ് ഭയങ്കര ഫ്ലഫി ആയിട്ട് ഇതാ കണ്ടോ ഇതുപോലെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ മുട്ടേൻ്റെ സ്മെല്ല് വരാം. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം.
അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. 1 കപ്പ് മൈദ, അതേപോലെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്കയില്ലേ അത് ഒരു 1/2 ടീസ്പൂൺ, അതേപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 3ഉം കൂടി ഇട്ടിട്ട് നന്നായി സീവ് ചെയ്തെടുക്കണം. അതിലെ കട്ടകളൊക്കെ ഉടഞ്ഞ് പെട്ടെന്ന് ആയിക്കോളും. കാരണം ഇതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് കട്ടകളൊന്നും ചേർക്കുന്നില്ല. അതിൽ ആ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൗഡർ. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയായി. 50 ഗ്രാം ബട്ടർ എടുക്കുക. അതും ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർക്കണം. അപ്പോൾ ബട്ടർ നിങ്ങൾ എന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കേക്ക് നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടാനാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സോഫ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 100 ഗ്രാംസ് ബട്ടർ എടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിത് മുട്ടയായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമുക്കത് ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് പ്രോസസ്സായിട്ട് കാണിച്ചു എന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ മുട്ടേൻ്റെ ചൊയ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മുട്ട ആദ്യമേ ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയ്ക്ക് വെണ്ണ, ഓയിൽ, പഞ്ചസാര പൊടിയുടെ മിക്സ് എടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് കുറച്ച് അപ്പോഴേക്കും നല്ല ക്രീമി ആയിട്ട് കിട്ടും. ആ മുട്ട പതഞ്ഞത് മാറിയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് അതിലെ കട്ടകളൊക്കെ ഉടച്ച് നല്ല ക്രീമി ആക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇതിലേക്ക് നമ്മൾ കരിയിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇല്ല, അല്ലെങ്കിൽ എക്സ്ട്രാ കാരമലൈസ്ഡ് ഷുഗർ, അത് കുറച്ചായിട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ അത് ഇളക്കുമ്പോൾ തന്നെ നമ്മളുടെ കേക്ക് മിക്സിൻ്റെ കളറ് ഒരു ബ്രൗണിഷായി മാറണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരുമിച്ച് ഒഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് 2 സ്റ്റേജായിട്ട് കാരമലൈസ്ഡ് ഷുഗർ ആഡ് ചെയ്തതാണ്. ഇതിവിടെ റെഡിയായി. ഇതിലേക്ക് നമ്മളുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ട്രേ, ഇത് കണ്ടോ, നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ലൈൻ ചെയ്തതാണ് കേക്ക് ട്രേ. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്യുന്നു. 40 to 45 മിനിറ്റ്സിൽ എനിക്ക് ആക്ച്വലി ഈ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടി. അത് ഓരോരുത്തരുടെയും ഞാനിതൊരു മീഡിയം ടു ലോ ഫ്ലെയിം, അതായത് മോസ്റ്റ്ലി മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് മീഡിയം ഫ്ലെയിമും പിന്നെ ഉള്ളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമും ആയപ്പോൾ തന്നെ എനിക്ക് കേക്ക് ബേക്കായി കിട്ടി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ചിലപ്പോൾ ചിലരുടെ സ്റ്റൗവിനൊക്കെ വ്യത്യാസം അതിനനുസരിച്ചിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നേരെ ബേക്കിങ്ങിന് പോകുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് ഞാൻ ഇടയ്ക്ക് ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഇതൊരു പപ്പടക്കോലാണ് കേട്ടോ. അത് വെച്ച് ഞാൻ കുത്തി നോക്കി, അത് വേവാത്തതുണ്ടോ അടി വരെ ഇല്ല. കംപ്ലീറ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പെർഫെക്റ്റാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഈ ക്രിസ്മസിന് ആരും പ്ലം കേക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.